ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫുള്ളല്ല, അതിൽ പാലോളിത്തിക്കൽ ഏജ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ വരെയാണ്. അപ്പോൾ മൊത്തം ഈ വീഡിയോയിൽ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പാർട്ടായിട്ട് നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലോളിത്തിക്കൽ ഏജാണ്. ഈ ഫ്രണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം വൈൽഡ് അനിമൽസ്. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ആ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കുഡ് ബി ദ പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. ആ കാലഘട്ടത്തിലെ മനുഷ്യർ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽഫ് ഫ്രം അനിമൽസ്, അവരുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഫോർ ഹണ്ടിങ്, വേട്ടയാടലിന്. ഫോർ മേക്കിംഗ് ഫയർ, തീ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പാലോളിത്തിക്കൽ ഏജിൽ തന്നെ എല്ലാ ഏജിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് പാരഗ്രാഫ് നമ്മളെല്ലാം നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തലേത് ടൂൾസ് ഡെവലപ്ഡ് ഫോർ എബോവ് മെൻഷൻഡ് പർപ്പസ് വെയർ മെയ്ഡ് സ്റ്റോൺസ് ഇൻ ബിഗിനിങ്, ലേറ്റർ സ്റ്റോൺസ് വെയർ റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. അപ്പോൾ ഇതിൽ ഒന്നുമില്ല പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാചീന ശ്ലോകം പാലോളിത്തിക്കൽ ഏജിൽ ആദ്യം അവർ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ അവർ സ്റ്റോൺ ഉപയോഗിച്ചെങ്കിലും പിന്നെ അവർ അത് മാറ്റി മെറ്റൽ ഉപയോഗിച്ചതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾ. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മനുഷ്യ ചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായി വിവേചിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഘട്ടമാണെന്ന് നോക്കാം. ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ്, ശിലായുഗവും ലോഹയുഗമാണ്. അപ്പോൾ നമ്മൾ ശിലായുഗത്തിന് 3 തരംതിരിച്ചിരിക്കുന്നു. പാലോളിത്തിക്കൽ ഏജ്, മെസോളിത്തിക്കൽ ഏജ്, നിയോളിത്തിക്കൽ ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അടുത്ത യുഗം നോക്കാം. ലോഹയുഗം അല്ലെങ്കിൽ മെറ്റൽ ഏജ്. അതിൽ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് ഏജും അയൺ ഏജും. വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് പാലോളിത്തിക്കൽ ഏജാണ്. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാലോളിത്തിക്കൽ ഏജാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് പാലോളിത്തിക്കൽ ഏജ് എന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാലോളിത്തിക്കൽ ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. The term Paleolithic is derived from 2 Greek words, Paleolithos, old, and lithos, stone. പാലോളിത്തിക്കൽ യുഗത്തിൻ്റെ സവിശേഷത പരുക്കൻ പോളിഷ് ചെയ്യാത്ത കല്ലുകളാണ്. ഉപയോഗിക്കുന്ന പാലോളിത്തിക് എന്ന പദം പാലോ പഴയത്, ലിത്തോസ് കല്ല് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ നോക്കിയത് ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി. അപ്പോൾ വിവിധ തരം സ്റ്റേജുകളായിട്ട് അത് തരം തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും പാലോളിത്തിക്കൽ ഏജിന് സ്റ്റേജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് വെയർ 3 മെയിൻ സ്റ്റേജസ് ഇൻ യൂസ് ഓഫ് ടൂൾസ്. ദേ വെയർ ഗിവൺ ബിലോ. ആദിമ മനുഷ്യരുടെ ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ട്. പുരാവസ്തു ഗവേഷകർ പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഘട്ടങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടം യൂട്ടിലൈസേഷൻ, പ്രയോജനപ്പെടുത്തൽ. ഫാഷനിങ്, രൂപമാറ്റം വരുത്തൽ. സ്റ്റാൻഡേർഡൈസേഷൻ, ക്രമവൽക്കരണം. അപ്പോൾ നമുക്ക് യൂട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദിയർ ഷേപ്പ്. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഫാഷനിങ്, രൂപമാറ്റം വരുത്തൽ. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. ആവശ്യാനുസരണം രൂപം മാറ്റി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ് അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തൽ. സ്റ്റാൻഡേർഡൈസേഷൻ, ക്രമവൽക്കരണം. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ യൂട്ടിലൈസേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 3 തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുറച്ച് ടൂൾസിനെ പറ്റിയാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സോഷ്യൽ സയൻസ് എക്സാമിന് ഉറപ്പായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ തന്നെയാണ്, കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ the pictures given below are different tools used by primitive humans during different phases of Paleolithic age. Observe them and list down the features of the tools.
താഴെ കൊടുത്തിരിക്കുന്നത് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വിവിധ തരം ഉപകരണങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് 3 കൊടുത്തിട്ടുള്ളത്. ഇനിയും കുറേ ടൂൾസ് വരാനുണ്ട്. അപ്പം നമുക്ക് ഈ താഴെ കൊടുത്തിരുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പെബിൾ ടൂൾസ് അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ, ബിഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്, അങ്ങനെ 3 ടൂൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൂൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ ടൂൾസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. ഇപ്പോൾ ഈ പെബിൾ ടൂൾസിൻ്റെ തന്നെ പിക്ചർ കൊടുത്തിട്ട് ഇതേ ടൂളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുമ്പോൾ ഈ പിക്ചേഴ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലോളിത്തിക്കൽ ഏജിലുള്ള ടൂൾസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലും കുറച്ച് ടൂൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മിസ്സായിപ്പോയി. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, നീ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ അമ്പ് വില്ലിന് മുകളിൽ ഒരു പിക്ചറും കൂടി ഉണ്ടായിരുന്നു. ചോപ്പിംഗ് ടൂൾസ്, വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലൈഡ് ടെക്നിക്കിൽ ഉണ്ടാക്കിയ സ്റ്റോൺ ടൂൾസ്, കല്ലുപകരണങ്ങളാണ്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും 3 ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാലോളിത്തിക്കൽ പീരീഡിൻ്റെ ലാസ്റ്റ് ഇവർ സ്റ്റോൺ ടൂൾസ് കൂടാതെ ബോൺസ് കൊണ്ടുള്ള ടൂൾസ് ഉപയോഗിച്ചു. അതൊക്കെ 3 പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത പിക്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഫസ്റ്റ് തൊട്ടുള്ള ചൗവറ്റ് ഫ്രാൻസ് ആണ്. അടുത്ത ലെസ്കോസ് ഫ്രാൻസ്, ഐവറി സ്കൾച്ചർ സെറായിസ്ക് റഷ്യ, കർവ്ഡ് ഫിഗർ ഇൻ കുസാക് ഫ്രാൻസ് കേവ്, കേർവിംഗ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ് ഇൻ സ്പാൻ. അപ്പം ഇവിടെ 5 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മൾ നോക്കിയത് സ്റ്റോൺസ് ആണെങ്കിൽ ഇപ്പം പിക്ചേഴ്സാണ്. അപ്പം അതിന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓരോ പിക്ചേഴ്സിനും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തവും നമ്മൾ നോക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓരോ പിക്ചേഴ്സും എന്തിനു പറ്റിയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ചൗവറ്റ് ആൻഡ് ലെസ്കൂസ് കേവ്സിൽ കേർവ്ഡ് പിക്ചർ ഓഫ് അനിമൽ ആൻഡ് വുമൺ, മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും പിക്ചറാണ് ചൗവറ്റിലും ലെസ്കൂസിലും ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുസാക് കേവിലുള്ളത് വീനസ് ഫിഗർ ആണ്, വീനസ് പ്രതിമയാണുള്ളത്. അടുത്ത് ലാഗർമ. ദ കർവിങ്സ് ഓൺ ബോൺ ഫൗണ്ട് ഇൻ ലാഗർമ കേവ് ഇൻ സ്പാൻ ആർ എവിഡൻസ് ഓഫ് ഹ്യൂമൻ ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ദാറ്റ് ടൈം. ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈവിധ്യത്തിനെ തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ പിക്ചേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. സെറായിസ്ക്, ചൗവറ്റ്, കുസാക്ക്, ലാഗർമയെ പറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തിനി ഇതിൻ്റെ ബാക്കി നോക്കാം. കാലഘട്ടത്തിലുള്ള കുറേ ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേരിയസ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു ഡ്രോ ദ കേവ് പെയിൻറ്റിങ്സ്. ദീസ് കളേഴ്സ് വെയർ മെയ്ഡ് ബൈ ഗ്രൈൻഡിങ് പ്ലാന്റ്സ്, ട്രീ bark and fruits and mixing with red stone powder. Such pictures were drawn on inner wall of caves where sunlight could not reach. These stone carvings were made using stone needles and sharp-edged weapons. Paintings can be also seen on ceiling of the cave. Such pictures sculpture are considered to be the evidence of intellectual and technical skills attained by primitive humans. ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ വിവിധ തരം നിറങ്ങൾ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സൂര്യപ്രകാശം കടന്നെത്താൻ കഴിയാത്ത ഗുഹകളിൽ ആണ് അവർ ചിത്രം വരയ്ക്കുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരിക്കുന്നത്. സാങ്കേതിക വൈവിധ്യത്തിനും തെളിവായാണ് ഇത്തരം ചിത്രങ്ങളും ശില്പകലകളും കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് നിന്ന് ഉള്ളത് കിട്ടുന്നുണ്ട്. ചിലപ്പം പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ എന്തെല്ലാം സ്കിൽസാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെയൊക്കെ തെളിവ് എന്താണെന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യരുടെ എന്തൊക്കെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പം എല്ലാവരും ഇതൊന്ന് വായിക്കണേ. അപ്പോൾ അടുത്ത് പാലോളിത്തിക്കൽ ഏജിൻ്റെ ഇൻഫോർമേഷൻസ് ആണ്. ലെറ്റ്സ് സീ വാട്ട് ഇൻഫോർമേഷൻ കുഡ് ബി ഗാതേർഡ് ഓൺ ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് പാലോളിത്തിക്കൽ ഏജ്. പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്, ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെയർ ദ മെയിൻ ലീവ്ലിഹുഡ്, വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗം. ബാൻഡ്സ് വെയർ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി.
ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ നമ്മൾ ബാൻഡുകളാണെന്ന് ലാസ്റ്റ് പറയും. ഇനി അടുത്ത മെൻസ് വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗാദറിങ്. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഫുഡ് വാസ് നോട്ട് സ്റ്റോറേഡ്. ഭക്ഷണം സംഭരിച്ച് വച്ചിരുന്നില്ല. നോംഡിക് ലൈഫ് വെർ പ്രിലീവ്ഡ്. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അതിൻ്റെ സൈഡിൽ നോക്കാം ബാൻഡ്സ് എന്താണെന്ന്. ബാൻഡ്സ് ആർ സ്മാൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. ബാൻഡ്സ് മെമ്പേഴ്സ് വെയർ ബോണ്ടഡ് ബൈ ബ്ലഡ് റിലേഷൻ. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ പാലോളിത്തിക്കൽ ഏജിൻ്റെ പോർഷൻസ്. അപ്പോൾ നല്ല എളുപ്പമാണ് ഈ ചാപ്റ്റർ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. കാരണം ഈ വീഡിയോയിൽ ബാക്കിയുള്ള ഏജുകളും കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല, വീഡിയോ ലോങ് ആയി പോകും. അപ്പോൾ പാർട്ട് 2 ഒക്കെ ആയിട്ട് കാണാം. ഇനിയും കുറേ ഏജുകളുണ്ട്. മെസോളിത്തിക്കൽ ഏജ്, നിയോളിത്തിക്കൽ ഏജ്, മെറ്റൽ ഏജ്, ബ്രോൺസ് ഏജ്. നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ കണ്ടു ഏതൊക്കെ പഠിക്കാനുണ്ടെന്ന്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും ബൈ.